ബ്രേക്കപ്പ് ആയിരുന്നു. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോണട്ടൊക്കെ മുമ്പ്. അത് ആളുടെ ക്യാരക്ടർ വെച്ചിട്ട് ബ്രേക്കപ്പ് ആയി. ആളുടെ സ്വഭാവ ഗുണം കൊണ്ട് വേണ്ടെന്ന് വെച്ച് പോയതാണ്. അതെനിക്ക് എന്തോ ഭാഗ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ദൈവം എനിക്ക് ഇപ്പൊ നല്ലൊരു എന്റെ ചെക്കനെ കൊണ്ടുവന്നത് എനിക്ക് അതിന് വേണ്ടിയിട്ടാവൂല്ലോ. നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടല്ലേ സ്നേഹിക്കുന്നത്. അവസാനം ഈ പറഞ്ഞ പോലെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ വരുന്നു, അത് നല്ലതാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വേറെ രീതിയിൽ വരുമ്പോഴല്ലേ അത് ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ വട്ടം അടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനാണ് ഏറ്റവും കൂടുതൽ എന്റെ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഭയങ്കരമായിട്ട് ഓരോന്നൊക്കെ ചൊറിഞ്ഞ് അടി ഉണ്ടാക്കാൻ ഞാൻ. അതെ, അപ്പൊ ആള് അതിനനുസരിച്ച് ആൾക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ എന്നുള്ളത്. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് ലൈഫിൽ അടിപൊളിയായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ 3 പേരിൽ എന്റെ പാർട്ട്ണർ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ എല്ലാ സപ്പോർട്ടിനും. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ആള് പറയും പൊക്കോളൂ, ചിലർ പറയും പോണ്ട, അത് വേണ്ട ഒന്നും ശരിയാവില്ല. ഒരു അമ്പലത്തിക്ക് പോയി, എനിക്കൊരു മുമ്പത്തെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ആൾ അമ്പലത്തിക്ക് പോയി ഞാൻ പറയാം ആരുടെ കൂടെ പോയെന്നുള്ള എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് അയ്യോ നമുക്ക് ദേഷ്യം വരും സത്യത്തില്. പക്ഷെ ഈ എന്റെ ഇപ്പൊ പാർട്ട്ണർ എന്ന് പറയുന്ന ആള് പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ, 6 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അത് എനിക്കട്ടെ, ഞാൻ യൂട്യൂബിലൊക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞു. ആള് പേര് രഞ്ജിത്ത് എന്നാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എന്നെ ഇത്രയും ബിഗ് ബോസിൽ പോണതിന്റെ മുമ്പ് എനിക്ക് ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ടും പോയി വന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മീൻസ് വേണ്ട, റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, കല്യാണം ഒന്നും വേണ്ട എന്നൊക്കെ ഒരു ചിന്തയായി. പിന്നീട് മനസ്സിലായി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ എത്ര നാൾ നിന്നിരുന്ന ആളെ വിട്ട് കളഞ്ഞാൽ നമുക്കൊരു വലിയ നഷ്ടമാവും. ഞാൻ കുറച്ച് നാളത്തേക്ക് മിണ്ടാണ്ടൊക്കെ ആയി. പിന്നീട് എനിക്ക് മനസ്സിലായി ആളില്ലാണ്ട് നമുക്ക് ലൈഫിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നല്ല നല്ല അടിപൊളി ക്യാരക്ടറാ, അതുകൊണ്ട് എനിക്ക് വിടാൻ പറ്റില്ല. വേറെ അടുത്ത വർഷം ഉണ്ടാവുന്നതാണ് ചാൻസ്. പക്ഷെ എനിക്ക് കുറച്ച് ആഗ്രഹം, ഞാൻ പറഞ്ഞില്ല വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. നടന്നാൽ അടുത്ത വർഷത്തേക്ക് ആക്കാം, നടന്നില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി നീണ്ടു പോട്ടെ. വീടിന് ഒന്നും ആയിട്ടില്ല ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാറിന് എടുത്തത് ഞാൻ ലോണിനായിരുന്നു. അപ്പൊ പിന്നെ അത് നടന്നു കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് അടുത്തത്. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ വീട് മാറാണ്, റെന്റൽ ഹൗസ് മാറാണ്, അത് 1 ഇയർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അടുത്തത് മാറിയിട്ട് ഈ വീട് വാടകയ്ക്കുള്ള പ്രശ്നം അതാണ്, വീട് ഇടയ്ക്കിടയ്ക്ക് മാറണം, അതല്ലാത്ത കഷ്ടമാണ്. അമ്മയ്ക്കാണെങ്കിലും ജോലിയുണ്ട്, അമ്മേനെ വീട്ടിലിരുത്തണം, എനിക്ക് ഈ ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിലിരുത്തണം, അതൊക്കെയാണ് എന്റെ ആഗ്രഹം. കുറച്ച് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ കുറച്ച്. ഇപ്പോഴത്തെ കാലത്ത് വീടിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അത്ര നല്ലതാണോ? കാരണം വെച്ചാൽ ഞാൻ പണ്ട് മുതലേ വാടക വീട്ടിലാണ്. അത് ഞാൻ സമ്മതിച്ച്. നമ്മള് പണ്ട് മുതലേ വാടക വീട്ടിലാകുമ്പോൾ നമുക്ക് ഇനി ടൈലൊക്കെ ഇട്ട്, എനിക്ക് പണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ടൈലൊക്കെ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങണം, അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വാടക വീട്ടിലാകുമ്പോൾ നമുക്ക് വാടക കൊടുത്തിട്ടാണെങ്കിൽ നമുക്കിപ്പോ വീട് കുഴപ്പമില്ലാത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, 3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സ്വന്തമായിട്ട് ഇതുപോലെ ഒരു മാറണ്ട ആരും ഒരു ജീവിതാഭിലാഷം എന്നുള്ള രീതിയിലൊക്കെ, അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വീട് വെക്കലും അതേപോലെ അതിന് ലോൺ അടക്കലൊക്കെ ഇപ്പോഴത്തെ ഒരു അതെ ഇപ്പൊ ട്രെൻഡ് ആയിട്ട് എടുക്കുന്നുണ്ട് ആൾക്കാര്. ഞാൻ അങ്ങനെയല്ല, എനിക്കൊരു ആഗ്രഹം അമ്മേനെ ഒരു എന്താ നല്ല വീട്ടിൽ കിടത്തണം. അമ്മ ഇത്ര നാൾ ഞങ്ങളുടെ കൂടെ വാടക വീട്ടിൽ, അമ്മ തന്നെയാണല്ലോ നമ്മളെ വാടക വീട്ടിൽ, അമ്മേനായിരുന്നു ഇത്ര നാൾ നോക്കിയത്. അപ്പൊ പിന്നെ ഒരു സ്വസ്ഥമായിട്ട് ഒരു വീട് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നടക്കണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം കേട്ടല്ലോ. ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥന വേണം.